അങ്ങനെ വെറൈറ്റി ഫ്രഷ് ഐഡിയാസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൺമണി ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. അങ്ങനെ കൃഷി തങ്ങളുടെ മകനാണെന്നുള്ള സത്യം അറിയിച്ചുകൊണ്ട് മറിയും ആ ഓർഫനേജിലെ സിസ്റ്ററും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുറന്ന് കൺമണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഈ അമ്മ മരിച്ചാലെങ്കിൽ മോള് വരണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മരി അവിടുന്ന് പോവുകയാണ്. തുറന്ന് അവരെല്ലാവരും അവിടുന്ന് പോയ ശേഷം സുജാത കരഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ മകനെ കാണണം, കൃഷ്ണ ഇപ്പോൾ തന്നെ കണ്ട് കൃഷ്ണന്റെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണം സാഗുവ, നമുക്ക് ഇപ്പോൾ തന്നെ കൃഷ്ണ കാണാൻ പോകാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ അമ്മ ചതിക്കല്ലേ എന്ന് പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ സത്യം മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ ക്രിഡ് സാറിന്റെ മനസ്സിനകത്തൊരു ഫയർ ഉണ്ട്. അലിക തിരിച്ചു പിടിക്കണം, അലികയുടെ ആ കസേരയിൽ അച്ഛനെ കൊണ്ടിരുത്തണം എന്നൊരു വാശി ക്രിഡ് സാറിനുണ്ട്. ഈ സത്യം ക്രിഡ് സാറെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിഡ് സാറിന്റെ മനസ്സിലുള്ള ആ തീരുമാനങ്ങളൊക്കെ മാറുമെന്ന് പറയുകയാണ്. ക്രിഡ് സാറിന്റെ ഉള്ളിലെ ആ വാശി അങ്ങോട്ട് കെട്ടടങ്ങുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ക്രിഡ് സാർ ഒരിക്കലും ഇപ്പോൾ ഈ സത്യം അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ സത്യം ക്രിഡ് സാറിനെ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയ്യോ മോളെ എനിക്ക് അതിനൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ മോനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. തുറന്ന് സാഗർ പിന്നെ സുജാതയോട് കൺമണി പറഞ്ഞതിനും കാര്യമുണ്ട് സുജാതെ, എന്തായാലും നമുക്കെല്ലാവർക്കും ഇപ്പോൾ സത്യം മനസ്സിലായിരിക്കല്ലേ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി ക്രിഡ് സാർ അലിക തിരിച്ചു പിടിക്കണം, കണക്ക് തീർക്കാനുള്ളവരോട് കണക്ക് തീർക്കണം, അതിന് ഈ സത്യം തൽക്കാലം നമ്മൾ ക്രിഡ് സാറിൽ നിന്ന് മറച്ചു വെക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മി സുജാതയോട് പിന്നെ പറയുന്നത് കൺമണി പറഞ്ഞതിന് കാര്യമുണ്ട് സുജാതെ, കൃഷിപ്പൊളി സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷിനെ പിന്നെ ഇതിനെക്കാട്ടും വലുത് പിന്നെ ഈ ലോകത്ത് മറ്റൊന്നും ഉണ്ടാകില്ല. കൃഷിന്റെ മനസ്സിനകത്ത് ആ വാശി അങ്ങോട്ട് കെട്ടടങ്ങും. ആലികയെ കുറിച്ചുള്ള ചിന്ത തന്നെ കൃഷി മറന്നു പോകും. കാരണം കൃഷിന് ഏറ്റവും ഈ ഭൂമിയിൽ വലുത് അമ്മയാണ്. അതുകൊണ്ട് കൃഷിന്റെ മനസ്സിനകത്ത് ആ വാശി കെട്ടടങ്ങാൻ പാടില്ല. തൽക്കാലം നമുക്കിത് രഹസ്യമാക്കാം എന്ന് പറയുകയാണ്. കൃഷി അധികം തിരിച്ചു പിടിച്ച് പ്രതികാരം ചെയ്യാനുള്ളവരോടെ എല്ലാം പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സത്യം കൃഷിനെ അറിയിക്കാം. അങ്ങനെ എല്ലാവരും കൺമണി പറഞ്ഞതിനോട് യോജിക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൺമണി വേഗം തന്നെ കൃഷ്ണനെ കാണുന്നതിന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ഓടിക്കതച്ചെത്തിയിരിക്കുകയാണ്. തുറന്ന് വാതിൽ തുറന്ന ദേവ്ജി പിന്നെ കൺമണിയോട് എന്തുപറ്റി കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി ആവേശത്തോടുകൂടി ക്രിഡ് സാർ എവിടെയാണ് ദേവ്ജി എന്നിങ്ങനെ കിതച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി അതെന്ത് പറ്റി കൺമണി, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി എനിക്ക് ക്രിഡ് സാറിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വീണ്ടും അകത്തേക്ക് ഓടിക്കതച്ചുകൊണ്ട് അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. തുറന്ന് കൺമണി കൃഷ്ണന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. കൃഷ്ണ കണ്ട പാടെ തന്നെ കൺമണി ഓടി ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷ്ണ ഞെട്ടുകയാണ്. ഇതെന്ത് തേങ്ങയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. കൃഷ്ണ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി നല്ല ഹാപ്പിയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് എനിക്കിപ്പോൾ ഉറപ്പായിരിക്കുകയാണ് സാർ, നമ്മൾ ഈ യുദ്ധത്തിൽ ജയിച്ചിരിക്കും, ഈശ്വരൻ നമുക്കൊപ്പമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് വട്ടായല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ദേവജി കൃഷ്ണനെ വിളിക്കുകയാണ്. തുറന്ന് കൺമണി കൃഷ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് ദേവജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ദേവജി പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ കൃഷ്ണനോട് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി ദേവജി എനിക്കൊന്നും അറിയില്ല, കൺമണി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി പിന്നെ ദേവജിയോട് നമ്മൾ എന്തായാലും ഈ യുദ്ധം ജയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവജിയും കൃഷിയും പിന്നെ കൺമണി എന്ന് കളിയാക്കിക്കൊണ്ട് കൺമണി വല്ല ജ്യോത്സ്യന്മാരെ പോയി കണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഞാൻ ജ്യോത്സ്യന്മാരൊന്നും പോയി കണ്ടില്ല, പക്ഷെ ഈശ്വരൻ അതിന്റെ സൂചന തന്നിരിക്കുകയാണ്, കുറച്ച് മുമ്പ് എനിക്ക് അതിന്റെ സൂചന കിട്ടി എന്ന് പറയുകയാണ്. പക്ഷെ അതെന്താണെന്ന് മാത്രം കൺമണി ഇവരോട് പറയുന്നില്ല. തുറന്ന് ദേവജിയും കൃഷി ഇങ്ങനെ തലയ്ക്ക് കൈവച്ച് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. കൺമണി ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ. തുറന്ന് കൺമണിയുടെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് ആണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി വീണ്ടും കൺമണിയെ കളിയാക്കുകയാണ്. കൺമണി വഴിയരികിൽ വെച്ച് വല്ല മോട്ടിവേഷണൽ ക്ലാസ് കേട്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിച്ചോട്ടെ ദേവ്ജി വാ, എനിക്ക് ദേവ്ജിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്ജിയും കൂട്ടിക്കൊണ്ട് മോളിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ഇങ്ങനെ താടിക്ക് കൈവച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. എന്തായിരിക്കും സംഭവം എന്നറിയാതെ. തുറന്ന് കാണിക്കുന്ന സാഗറിന്റെ വീടാണ്. സാഗർ ചിന്താവിഷ്ടയായ കോമളിനെ പോലെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത ആന്റിയമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ആന്റിയമ്മേ ഞാൻ സാഗറിനോട് ആ സത്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുകയാണ്. മാനസിയുടെ ആ കൃപയുടെ വീഡിയോ വെച്ചുള്ള ബ്ലാക്ക് മെയിലിങ്ങിന്റെ കാര്യം ഞാൻ സാഗറിനോട് പറഞ്ഞു. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയെ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ആന്റിയമ്മ കരഞ്ഞുകൊണ്ട് സാഗറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ എങ്ങനെയാണ് ഈ സത്യം നിന്നോട് പറയുക, ഇത്രയും നാൾ ഞാൻ മനസ്സിൽ വലിയൊരു ഭാരമായിട്ടാണ് ജീവിച്ചിരുന്നത്, ഇതും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എൻ്റെ കുടുംബം താറുമാറാക്കിയിട്ട് ഞാൻ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മയോട് സുജാതയോട്
സ്വന്തം സുഹൃത്തായിട്ട് സ്വന്തം അനിയനെ പോലെ കണ്ടതാണ് ഞാൻ ജയമോഹനെ. എന്നിട്ട് ഇങ്ങനെ ഒരു തറവേല കാണിച്ച് അവൻ നമ്മൾ ചതിച്ചിരിക്കുകയാണ്, അവനോട് നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ്. തുറന്നു സുജാത കരഞ്ഞുകൊണ്ട് എനിക്ക് കൃഷ്ണ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ മോനെ കണ്ട് സംസാരിക്കണം, മോനെ കണ്ട് മാപ്പ് ചോദിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറും ആന്റി അമ്മയും സുജാതയെ ആശ്വസിപ്പിക്കുകയാണ്. തുറന്ന് ആന്റിമ പിന്നെ സാഗറിനോട് എനിക്കിപ്പോൾ നല്ല ബോധ്യം വന്നിരിക്കുകയാണ്, ഈശ്വരൻ നമുക്കൊപ്പമാണെന്ന് പറയുകയാണ്. പണ്ടത്തെ പോലെ നമുക്ക് ജീവിക്കാൻ ഇനിയും അവസരം കിട്ടുമെന്ന് പറയുകയാണ്. നമ്മളെ ചതിച്ചവരെ ഈശ്വരൻ എന്തായാലും പണി കൊടുക്കുമെന്ന് പറയുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചതിച്ചവർക്കുള്ള തിരിച്ചടിയായിരിക്കും. പഴയ പോലെ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞ് സാഗറിന് ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ്. നമ്മൾ ചതിച്ചവരെ വെറുതെ വിട്ടുകൂടാ, ആലികയും നമ്മൾ ചതിച്ചല്ലാതും നമ്മൾ തിരിച്ചെടുക്കണം സാഗർ എന്ന് പറയുകയാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറയുകയാണ്. അങ്ങനെ സാഗറിനും ഒരു മോട്ടിവേഷണൽ ക്ലാസ് കൊടുക്കുകയാണ് ആന്റിയമ്മ. തുറന്ന ആന്റിയമ്മ പിന്നെ സാഗറിനോട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, മാനസിക്ക് നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി ഇതിൽ പരം വലിയൊരു തിരിച്ചടി നമുക്ക് കിട്ടാനില്ല എന്ന് പറയുകയാണ്. ഇനി നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് മാനസിക്കും ജയമോഹനുമായിരിക്കും. എന്നാൽ ഈ സമയത്ത് വീണ്ടും സുജാത കൃഷ്ണന്റെ കാര്യം പറഞ്ഞ് കരയുകയാണ്. എനിക്ക് കൃഷ്ണയെ ഒന്ന് കണ്ടാൽ മാത്രം മതി, മറ്റൊന്നും ഞാൻ കൃഷ്ണനോട് പറയില്ല, ഈ സത്യങ്ങളൊന്നും ഞാൻ കൃഷ്ണ അറിയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. എനിക്ക് അവനെ ഇപ്പോൾ തന്നെ ഒന്ന് പോയി കാണണമെന്ന് പറയുകയാണ്. എനിക്ക് ആ ദേവിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം സാഗർ. എന്നാൽ അത് കേട്ട് സാഗർ അതിനെ സമ്മതിക്കുകയാണ്. നീ ഒരു അമ്മയാണ്, അമ്മയെന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു, നീ ധൈര്യമായി ദേവിയുടെ വീട്ടിൽ പോയി കൃഷ്ണ കണ്ടോളാൻ അനുവാദം കൊടുക്കുകയാണ്. പക്ഷെ സത്യങ്ങളൊന്നും കൃഷ്ണ അറിയിക്കാൻ പാടില്ല, പോയി കൃഷ്ണ കണ്ടോളാൻ പറയുകയാണ്. തുറന്ന് സുജാത കൃഷ്ണൻ കാണുന്നതിന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ തലയ്ക്ക് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സുജാത അങ്ങോട്ടേക്ക് കയറി വരുന്നത്. തുറന്ന് സുജാതയെ കണ്ട് കൃഷ്ണ ആദ്യം ഒന്ന് ഞെട്ടി എന്നിങ്ങനെ സന്തോഷിച്ചു വരികയാണ്. പെട്ടെന്ന് കൃഷ്ണന്റെ മുഖത്തെ സന്തോഷം മാറുകയാണ്. അമ്മ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാണോ അതോ വളർത്താനാണോ എന്ന ചിന്തയിലാണ് കൃഷ്ണ. തുടർന്ന് സുജാത നല്ല ഗൗരവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ സുജാത വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ കൃഷ്ണ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് സുജാത അകത്തേക്ക് കയറി കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്ന് നല്ല ഗൗരവത്തിൽ എയറെല്ലാം പിടിച്ച് കൃഷ്ണനോട് ദേവ്ജി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണന്റെ രണ്ട് കിളി ആ നിമിഷം തന്നെ പോവുകയാണ്. അമ്മ നല്ല ഗൗരവത്തിലാണ്. തുറന്ന് ദേവ്ജി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല സുജാത എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് സുജാത കള്ളം പറയുകയാണ്. ഞാൻ ഇവിടെ അടുത്ത് വരെ വന്നതാണ്, അപ്പോഴാണ് ദേവ്ജിയെ ഒന്ന് നേരിട്ട് കാണാമെന്ന് ചിന്തിച്ചത്, അതുകൊണ്ട് വെറുതെ വന്നതാണ് എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. സുജാതയെ അവിടെ കണ്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ അവിടെ മാറി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. സ്വർഗത്തിലെ കട്ടുറുമ്പാകേണ്ട എന്ന രീതിയിലാണ് കൃഷ മാറി നിൽക്കുന്നത്. തുറന്ന് സുജാത കൃഷ്ണ ഇങ്ങനെ കൃഷ കാണാതെ ഇടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൃഷ അത് കാണുന്നില്ല. കൃഷ അമ്മ നല്ല ഗൗരവത്തിലാണല്ലോ എന്ന് ചിന്തിച്ച് പേടിച്ചിട്ടാണ് കൃഷ അവിടെ നിൽക്കുന്നത്. തുറന്ന സുജാത പിന്നെ കൺമണിയോട് കൺമണി നീ ഇവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയും കൂട്ടിക്കൊണ്ട് സുജാത അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. തുറന്ന് കൺമണിയും സുജാതി അടുക്കളയിൽ പോയ സമയത്ത് കൃഷി പിന്നെ ദേവ്ജിയോട് ദേവ്ജി ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. കൺമണി മിക്കവാറും ദേവ്ജിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട് നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, നീ ഇപ്പോൾ തൽക്കാലം എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൺമണിയും സുജാതിയും അടുക്കളയിൽ നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് കൃഷ്ണ കണ്ട് സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ സാധിക്കുന്നില്ല കൺമണി എന്ന് പറയുമ്പോൾ കൺമണി സുജാതയുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞു സത്യങ്ങളൊന്നും കൃഷ അറിയാൻ പാടില്ല. തുറന്ന് കൺമണി ഇങ്ങനെ കാപ്പി ഇടാൻ ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് സുജാത അയ്യോ കൃഷിന് നല്ല കടുപ്പം വേണമെന്ന് പറഞ്ഞ് കൺമണിയുടെ കയ്യിൽ നിന്ന് കാപ്പിപ്പൊടി വാങ്ങി കൃഷിയുടെ രുചിക്കനുസരിച്ചുള്ള കാപ്പി ഉണ്ടാക്കുകയാണ് സുജാത. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.